CMRL കേസിൽ EDയുടെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതിയുടെ നിലപാട് CPM-നും പിണറായി വിജയന്റെയും കരണത്തേറ്റ അടിയാണ്. നിയമവിരുദ്ധമായിട്ടുള്ള നടപടികൾ, ആ നടപടികളെ കുറിച്ച് അന്വേഷണം നടത്താനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ സംഘടിതമായി ഗുണ്ടകളെ അഴിച്ചുവിട്ട് ആക്രമിച്ച് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ആ ശ്രമങ്ങളെക്കുറിച്ച് CPM മാപ്പ് പറയണം. ഇപ്പോൾ ഈ കേസിൻ്റെ പേരിൽ CPM-ന്റെ സ്ഥിരം ക്രിമിനലുകളായിട്ടുള്ള ഒരു സംഘം ആൾക്കാരെയാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മളെല്ലാവരും നേരിട്ട് കണ്ടതാണ്, ഈ അക്രമങ്ങൾ CPM-ന്റെ തിരുവനന്തപുരത്തെ മുതിർന്ന നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അവരുടെ സംരക്ഷണത്തിലാണ് നടന്നത്. അവർ കാവലിൽ നിന്നുകൊണ്ടാണ് ഈ അക്രമങ്ങൾ മുഴുവൻ തന്നെ അഴിച്ചുവിട്ടത്. പക്ഷെ രമേശ് ചെന്നിത്തലയുടെ പോലീസ്, VD സതീശന്റെ പോലീസ് ഈ കേസുകൾ മുഴുവൻ തന്നെ ഒരു കൂട്ടം ക്രിമിനലുകൾക്കെതിരായിട്ട് മാത്രമായിട്ട് ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് ഈ നേതാക്കന്മാർക്കെതിരായിട്ട് കേസെടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് വ്യക്തമാക്കണം. കാരണം ഈ അക്രമങ്ങൾ മുഴുവൻ നടന്നതിന്റെ ഉത്തരവാദിത്വം CPM-നാണ്. അതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ലോക്കൽ സെക്രട്ടറി പറഞ്ഞത്, പാർട്ടി ഏൽപ്പിക്കുന്ന ദൗത്യം വളരെ കൃത്യമായിട്ട് ചെയ്യും, ഇനിയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു അക്രമമായിട്ടല്ല ആ പറഞ്ഞ ആൾ പറഞ്ഞിരിക്കുന്നത്. ഒരു മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള CPM-ന്റെ ഒരു ലോക്കൽ നേതാവ്, ആ ആള് പറഞ്ഞത് പാർട്ടി ഏൽപ്പിച്ച ചുമതല ഞങ്ങൾ നിറവേറ്റുകയാണ് ചെയ്തതെന്നാണ്. അപ്പൊ ആരായി പാർട്ടി ഏൽപ്പിച്ചത്? പാർട്ടി ഏൽപ്പിച്ച് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് നേതാക്കന്മാരാണ് ഏൽപ്പിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായത്? ആരൊക്കെയാണ് ഈ ഗൂഢാലോചനയിൽ പങ്കാളികളായത്? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജീവനടക്കം അപായപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണെന്ന് നടന്നത്. മാത്രമല്ല, ഈ കേസിന്റെ കാര്യത്തിൽ CPM ഇത്രയും കാലം പറഞ്ഞിരുന്നത് പിണറായി വിജയനെതിരായിട്ട് പകപോക്കൽ നടക്കുന്നു, വേട്ടയാടൽ നടക്കുന്നു എന്നാണ്. പിണറായി വിജയൻ തന്നെ പറഞ്ഞത് എന്നെ ED ചോദ്യം ചെയ്തിട്ടില്ല. അതിനർത്ഥം ഈ കേസിൽ പിണറായി വിജയനെതിരായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ളത് മുഴുവൻ തന്നെ പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടാണ്, വീണയ്ക്കെതിരായിട്ട് ഒരു കേസിൽ ക്രിമിനൽ കുറ്റം ചെയ്തു എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ, സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കുമ്പോൾ പാർട്ടി അണികളെ ഇറക്കിവിട്ട് അക്രമം അഴിച്ചുവിടുന്നുണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എന്ത് രാഷ്ട്രീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ അവർ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഈ അക്രമം മുഴുവൻ തന്നെ നടന്നത്. മാത്രമല്ല, പിണറായിക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ വേട്ട എന്നുള്ളത് കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിലടക്കം CMRL-ഉം CPM-ഉം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ വേട്ടയും നടന്നിട്ടില്ല. SFIO ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി മകളെ വിളിച്ച് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള അവസരം നൽകി. പക്ഷേ എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് അവർക്ക് ഈ മാസം തോറും 5 ലക്ഷം രൂപയും 3 ലക്ഷം രൂപയും ഒക്കെ മാസം തോറും കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് വിശദീകരിക്കാൻ പിണറായി വിജയന്റെ മകൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. SFIയുടെ മുന്നിൽ അത് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് മണി ലോണ്ടറിംഗ് നടന്നു എന്നുള്ള ഒരു ആ പ്രിമൈസിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിലേക്ക് വരുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഈ കേസ് എത്ര ഹൈക്കോടതികളിൽ, 3 ഹൈക്കോടതികൾ, ഒന്ന് കൊച്ചിയിൽ, ഒന്ന് ബാംഗ്ലൂരിൽ, ഒന്ന് ഡൽഹിയിൽ, ഈ 3 ഹൈക്കോടതികളിൽ ഈ കേസിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് CMRL-ഉം KSIDC-യും വീണ വിജയനും ഒക്കെ കേസ് കൊടുത്തു. അവസാനം ഈ കേസുകളൊന്നും തന്നെ അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ട് എന്ന് തെളിയിക്കാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. ആ തടസ്സങ്ങളൊക്കെ നീക്കിയ പശ്ചാത്തലത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്,
KSIDC എന്നുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് CMRL-ൽ 15% ഓഹരിയുണ്ട്. ഈ കള്ളപ്പണ ഇടപാട് നടത്തുന്ന, കള്ളപ്പണം വെളുപ്പിക്കാൻ ശ്രമം നടത്തുന്ന ഒരു കമ്പനിയിൽ ഒരു സർക്കാർ സ്ഥാപനം, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് ഓഹരി ഉണ്ടാവുക എന്നുള്ളത് ലജ്ജാവഹമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്താണ് കേരള സർക്കാരിന്റെ നിലപാട് എന്നുള്ളത് വ്യവസായ മന്ത്രി വ്യക്തമാക്കണം. CMRL-ൽ നിന്ന് KSIDC-യുടെ ഓഹരികൾ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിക്കുമോ? കാരണം കള്ളപ്പണ ഇടപാടിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിയിലാണ് കേരളത്തിലെ നികുതിദായകരുടെ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള നീതിപൂർവകമായിട്ട് നിയമം അനുശാസിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള നിലപാടാണ്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് എന്താണ്? CMRL-ൽ നിന്ന് കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തുന്ന കമ്പനിയിൽ നിന്ന് ഒരു പൊതുമേഖലാ സ്ഥാപനം അവരുടെ ഓഹരികൾ പിൻവലിക്കുമോ? പിന്നെ കഴിഞ്ഞ ദിവസം ED-യുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ കർത്തയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ എല്ലാവർക്കും എതിരായിട്ട് ഈ അന്വേഷണം നീളും എന്നാണ്. അതിൽ ഈ മന്ത്രിസഭയിൽ ആർക്കെങ്കിലും ആശങ്കയുണ്ടോ? കേരളത്തിലെ നിലവിലുള്ള മന്ത്രിസഭയിൽ ആശങ്കയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് അവിടെ പല കാര്യങ്ങളിലും അവർ പ്രതിരോധത്തിൽ നിൽക്കുകയാണ്. കാരണം പഴകി ദ്രവിച്ച ഫിറ്റ്നസ് ഇല്ലാത്ത ഒരു സ്കൂളിൽ 3 കോടി രൂപ ശിവൻകുട്ടി അതിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ചെലവാക്കാൻ തീരുമാനമെടുത്തതിന്റെ പേരിൽ ആളുകൾ ചോദ്യം ചോദിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാകണം. കാരണം എനിക്കെതിരായിട്ട് ജാതീയത ആരോപിക്കുന്ന ആളുകൾ, ആ ആളുകൾക്ക് എൻ്റെ കഴിഞ്ഞ 45 കൊല്ലക്കാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അതിൽ നിന്ന് ആവശ്യമുള്ള മറുപടി. തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവരാണ് ക്ഷേത്രപ്രകടനം നടത്തുന്നത്. ജനങ്ങളുടെ ഇടയിൽ എന്നെക്കുറിച്ച് ജാതീയത വളർത്തുന്ന ആളാണെന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ ഖേദപ്രകടനം നടത്തും.